ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ഗായ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വർക്ക് ഒരു ബമ്പറാണ് വർക്ക്. ഈ ഒരു ബമ്പർ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം ചെറിയ ചെറിയ ഡാമേജ് ഉള്ള വർക്കാണ്. ഒരുപാട് പേര് ഈ ഒരു ബമ്പറിൻ്റെ വർക്ക് വരുമ്പോൾ എടുക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാനങ്ങനെയല്ല. നമുക്ക് എത്ര ബമ്പർ വന്നാലും നമുക്കത് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. മെയിൻ കാര്യം അതാണ്. ഒരുപാട് പേര് റിപ്പയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പം വർക്ക് ചെയ്യുന്നവർ തന്നെ ഈ ഇത്രയും വർക്കുള്ള ബമ്പർ വരുമ്പോഴത്തേക്കും അവർ നേരെ വർക്ക് മാറ്റി വേറെ ആർക്കെങ്കിലും കൊടുക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. പക്ഷെ ഞാൻ എടുക്കാറുണ്ട്, ബമ്പറൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ബമ്പർ നമുക്കിന്ന് വർക്ക് നോക്കാം. ഇത് കണ്ടോ, ഫുള്ള് നമ്മൾ സാൻഡ് ചെയ്തിട്ടുണ്ട്. സാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും ഡാമേജ് ഉള്ള ബമ്പർ ആയതുകൊണ്ട് മാത്രം നമ്മൾ 80 പേപ്പറാണ് യൂസ് ചെയ്തത്. സാധാരണ ബമ്പർ റിപ്പയർ നമ്മൾ 190 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ബമ്പർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ 80 യൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഡിഗ്രീസ് ചെയ്ത് പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ പുട്ടി അപ്ലൈ ചെയ്യുന്നത്. നല്ല രീതിക്ക് പുട്ടിയൊക്കെ അപ്ലൈ ചെയ്ത് എൻ്റെ പുട്ടി ഉണങ്ങാൻ നല്ല ടൈം കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഒരിക്കലും സാൻഡ് ചെയ്യരുത്. പുട്ടി നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ സാൻഡ് ചെയ്യാവൂ. അപ്പോൾ ഇത് നല്ല രീതിക്ക് സാൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും നോക്കി വേണം. ബമ്പറിന് ഒരുപാട് എഡ്ജസ് ഉണ്ട്. അപ്പോൾ എഡ്ജസ് മാക്സിമം കട്ടാവാത്ത രീതിക്ക് വേണം നമുക്ക് സാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രത്തോളം ശ്രദ്ധയായിട്ടാണ് നമ്മൾ സാൻഡ് ചെയ്യുന്നത്. സാൻഡ് ചെയ്യുന്ന ശേഷം നമ്മൾ ഹാൻഡ് ബ്ലോക്ക് യൂസ് ചെയ്യാറുണ്ട്. 120 ഹാൻഡ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം 180 ഹാൻഡ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ 180 ഡിസ്കിന് നമ്മൾ ഇൻ്റർഫേസ് പാഡ് വെച്ചിട്ട് നമ്മൾ സ്മൂത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്മൂത്ത് ചെയ്ത് പിന്നെ അതിനുശേഷം 320 നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മൾ 320 അപ്ലൈ ചെയ്യുന്ന ശേഷം പ്ലാസ്റ്റിക് പ്രൈമർ തന്നെ ഒരു കോട്ട് വീണ്ടും പ്ലാസ്റ്റിക് പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൈമർ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത് പ്രൈമർ അടിക്കുന്ന കാണാം. അപ്പോൾ ഇതിൽ പ്രൈമർ മൊത്തം അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൈമർ 2K പ്രൈമറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എല്ലാ പാനലിലും 2K പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ നല്ല രീതിക്ക് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൈമർ സാൻഡിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. നമ്മൾ പ്രൈമർ സാൻഡ് ചെയ്യാനായിട്ട് 320 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 320 400 ആണ്. പിന്നെ ഈ ഒരു ബമ്പർ ഇത്രയും വർക്കുള്ള ബമ്പർ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഡ്രൈ സാൻഡിങ് അല്ല, വെറ്റ് സാൻഡിങ് ആണ്. ആ വെറ്റ് സാൻഡിങ്ങിൻ്റെ വീഡിയോ ഇതിലില്ല. നിങ്ങൾ നോക്കിയാൽ മതി. വെറ്റ് സാൻഡിങ് ആണ് ചെയ്യുന്നത്, അതായത് വെള്ളത്തിനാണ് തേക്കുന്നത്. ഓക്കെ, ഫുള്ള് തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബമ്പർ ഫുള്ള് തേച്ച് ചെറിയ സ്പോട്ട് വർക്ക് ഉണ്ടായിരുന്നു. ആ സ്പോട്ട് വിട്ട് നമ്മളിത് ഫുള്ള് നീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രത്തോളം നല്ല പുട്ടി വർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് സ്ക്രാച്ചും കാര്യമൊന്നും ഇല്ലാത്തത്. ഇനി നമുക്ക് നേരെ ഡീഗ്രീസ് ചെയ്ത് നമുക്ക് നേരെ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് പെയിൻറ്റിങ്ങിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗണ്ണ് നിപ്പോൺ പെയിൻസിൻ്റെ എൻപവർ സ്പ്രേ ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് പെയിൻറ്റ് വന്നിട്ട് വാട്ടർ ബേസ് അല്ല, സോളൻ ബേസാണ്. 2K മെറ്റീരിയൽസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ബേസാണ് അടിക്കുന്നത്. ഈ ഒരു ബമ്പറിൻ്റെ കളറ് വൈറ്റ് ഓർക്കിഡ് പേൾ എന്നാണ്, അതായത് പേളാണ് കളറ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ബേസ് അടിക്കാം. ബേസ് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം നമ്മൾ പേള് പഠിച്ച് ക്ലിയറും അടിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ബേസ് മൊത്തം അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒറ്റ സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു ബമ്പറിൽ. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഈ ഒരു ബമ്പർ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ അടിഭാഗത്തൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കാറ് പോലും ഇല്ല. പിന്നെ കസ്റ്റമർ എവിടെയെങ്കിലും വണ്ടി കൊണ്ടുപോയി ലിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാഷിങ്ങിൽ കൊണ്ടുപോയി ലിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ബമ്പറിൻ്റെ സ്ക്രാച്ചൊക്കെ വരുന്നത്. അങ്ങനെ പിന്നെ രണ്ടാമത് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞ് വരുന്ന വർക്കുകളും ഒരുപാട് അധികം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ പേൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പേളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ക്ലിയർ കോട്ടാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ക്ലിയർ 2K ക്ലിയർ ആണ്. ഫുൾ 2K മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ക്ലിയർ കോട്ട് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ബമ്പർ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബമ്പറിൻ്റെ ഫൈനൽ ഔട്ട് ലുക്ക് വരുന്നത്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ സ്പോട്ടോ അങ്ങനെയൊന്നുമില്ല. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ ഒരു ബമ്പർ കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു. ബമ്പർ ഇപ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. ഇതുപോലത്തെ പെയിൻ റിലേറ്റഡ് വീഡിയോസായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.